കെ എം മാണിയുടെ വിയോഗത്തിലൂടെ രാഷ്ട്രീയ കേരളത്തിന് നഷ്ടമായത് തോൽവിയറിയാത്ത അധികായനാണ് കെ എം മാണി. പാലക്കാർ മാണിയെ മാണിസാർ എന്ന് വിളിച്ചു. കേരള ഘടകം ഒന്നടങ്കം അത് ഏറ്റുവിളിച്ചു. പാലക്കാർ അങ്ങനെയാണ് മാണിയെ സ്നേഹിച്ചത്. ഒരു മണ്ഡലം രൂപീകരിച്ചതു മുതൽ ഒരേ ഒരു MLA മാത്രം. നിരവധി ആരോപണങ്ങൾ ഉണ്ടായിട്ടും കൈവിടാതെ മാണിയെ കൈവെള്ളയിൽ സൂക്ഷിച്ചു. അങ്ങനെ മാണി 55 വർഷമാണ് പാലയെയും സേവിച്ചത്. മീനച്ചിൽ താലൂക്കിലെ മരങ്ങാട്ടുപള്ളിയിൽ കരിങ്ങോഴയ്ക്കൽ തൊമ്മൻ മാണിയുടെയും ഏലിയാമ്മയുടെയും മകനായി 1933 ജനിച്ച മാണിസാർ മരങ്ങാട്ടുപള്ളി സെന്റ് തോമസിലും കടപ്പളാമറ്റം സെന്റ് ആന്റണീസിലും കുറവിലങ്ങാട് സെന്റ് മേരീസിലും പാലാ സെന്റ് തോമസിലുമൊക്കെയായി സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. തിരുച്ചിറപ്പള്ളി സെന്റ് ജോസഫിലും തേവര സേക്രഡ് ഹോസ്റ്റലിലുമായി കോളേജ് വിദ്യാഭ്യാസം. മദ്രാസ് ലോ കോളേജിൽ നിന്ന് 1955 നിയമബിരുദം നേടി. രാഷ്ട്രീയ ജീവിതം തുടങ്ങുന്നത് തന്നെ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് സ്ഥാനത്തോടു കൂടിയാണ്. 1959 ആദ്യം KPCC അംഗമായി. അന്നു മുതൽ കേരള കോൺഗ്രസ് ഉണ്ടാകുന്നതുവരെ KPCC അംഗമായിരുന്നു. 1996 കോട്ടയം DCCയുടെ സെക്രട്ടറിയായി. PT ചാക്കോയുടെ വിയോഗത്തെ തുടർന്ന് കെ എം മാണി ജോർജിന്റെ നേതൃത്വത്തിൽ 1964 തിരുനക്കരയിൽ മന്നത്ത് പത്മനാഭൻ കേരള കോൺഗ്രസിന് തിരിതെളിയിച്ചു. കോട്ടയം DCC ഏതാണ്ട് അതേപടി കേരള കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റിയായി. 1965 കേരള കോൺഗ്രസിനെയും കെ എം മാണിയെയും പാല എന്ന പേരിലുള്ള നിയോജക മണ്ഡലത്തിന്റെയും ആദ്യ തെരഞ്ഞെടുപ്പ്. ധനകാര്യം, ആഭ്യന്തരം, റവന്യൂ, ജലസേചനം, നിയമം, ഭവനം, വിദ്യുച്ഛക്തി അങ്ങനെ പല വകുപ്പുകളിലും മന്ത്രിയായിട്ടുണ്ട്. 1975 ഡിസംബർ 21 കെ എം മാണി ആദ്യം മന്ത്രിയാകുന്നത്. ധനകാര്യ വകുപ്പിൽ തുടങ്ങി അടിയന്തരാവസ്ഥയെ തുടർന്നുള്ള മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രിയുമായി ഏറ്റവും കൂടുതൽ കാലം MLA ആയതിന്റെ റെക്കോർഡ് 2014 മാർച്ച് 12 തന്നെ മാണി സ്വന്തമാക്കിയിരുന്നു. തിരുക്കൊച്ചി മന്ത്രിസഭ മുതൽ അംഗമായ KR ഗൗരിയമ്മയുടെ റെക്കോർഡാണ് മാണി തകർത്തത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം മന്ത്രിസ്ഥാനം വഹിച്ചതും ഏറ്റവും കൂടുതൽ മന്ത്രിസഭകളിൽ അംഗമായതും മാണി തന്നെ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി, ഒരേ മണ്ഡലത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ ജയിച്ച MLA തുടങ്ങിയ റെക്കോർഡുകളും മാണിക്ക് സ്വന്തമാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.